അവിടെ തീ കത്തുന്നു. എത്ര മണിയായിരുന്നു അച്ഛാ? ഒരു 10 മണിയാവുമെന്ന് തോന്നുന്നു ഉദ്ദേശം. വിളിക്കാൻ കാണാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 വിളി വിളിച്ചു, അമ്മോ അമ്മോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആള് കത്തിയതാണ്. ഞാൻ അവിടെ തന്നെ മോൻ ടി വിയുടെ അടുത്തിരുന്ന് മോനെ വിളിച്ച്. അവിടെ ചെന്നപ്പോൾ അവർ ഗേറ്റ് പൂട്ടി. പിന്നെ അവരെ വിളിച്ച് ഗേറ്റ് തുറന്ന് അപ്പോൾ മതിലിൽ കൂടെ നോക്കിയപ്പം കത്തിക്കൊണ്ട് നിൽക്കുന്നേ. സജികുമാർ അവിടെ ഉണ്ടായിരുന്നോ, കണ്ടിരുന്നോ? ഇല്ല, സജികുമാറൊന്നും ഇല്ല. ഇന്ന് രാവിലെയാണ് വന്നത്. അവൻ നാഗർകോവിലിൽ പോയിരുന്നത്. ഇന്ന് രാവിലെയാണ് സജികുമാർ. ഇന്നലെ ഓട്ടോ ഓടി കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് വന്നില്ല വീട്ടിൽ? ഒരു കാറും കൊണ്ടുപോയിരുന്നെന്ന് പറഞ്ഞു നാഗർകോവിലിൽ. പിന്നെ അവരെ പറ്റി ബന്ധങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ തന്നെ. ഞാൻ 1.5 മാസം മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്ന് 18 ദിവസമായുള്ളൂ വന്നിട്ട്. പിന്നീടുള്ള ഇവിടെ ഒന്നും ആൾ വന്നിട്ടില്ല, നമുക്ക് അറിഞ്ഞും കൂടാ. ഇന്ന് രാവിലെയാണ് സജികുമാർ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. എത്ര മണിക്ക് എത്തി? ഒരു 8-8:30 മണിയൊക്കെ ആയപ്പോൾ വന്നു. കുറേ സമയം, ഒരുപാട് സമയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതാ വരണം എന്ന് പറഞ്ഞ് പോയി. എത്ര മണിക്ക് പോയി തിരിച്ചു? ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു പയ്യനുമായിട്ട് പോയി. പിന്നെ വന്നില്ല. ഇന്നലെ ഇവിടെ എത്തിയിരുന്നു സജികുമാർ? ഇവിടെ വന്നില്ല. ഇന്നലെ രാവിലെ പോയിട്ട് വന്ന് ഇവര് വീട്ടിലേ വന്നില്ല. ഇന്ന് രാവിലെയാണ് വന്നത്. സജികുമാർ വിവാഹം കഴിച്ചതാണോ? ആര്, സജിയാ? ഇല്ല, വിവാഹം കഴിച്ചില്ല. എത്ര വയസ്സായി അവന്? 32 വയസ്സായി. 3 ആമക്കളാണ്. പിന്നെ 3-മത്തത് സജി. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാര്യം അമ്മ അച്ഛൻ്റെ കേട്ട്, അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാവൂരിൽ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇന്നലെ എവിടെയെങ്കിലും ഇല്ല, വന്നില്ല. വന്ന ഉടനെ എന്നെ വിളിക്കും, അല്ലെങ്കിൽ അച്ഛനെ വിളിക്കും. അച്ഛൻ കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് മുകളിൽ കയറി പോവുകയുള്ളൂ. എന്നിട്ട് പോയപ്പോൾ തത്തയ്ക്ക് ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് രാവിലെയാണ് വന്നത്.